വോട്ടർ വൈബ് എന്ന് പറയുന്ന ഈ സർവേ നടത്തിയ ഏജൻസി, അതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു പുതിയ ഏജൻസിയാ. അവർ നേരത്തെ നടത്തിയ സർവേകളെ പറ്റി അതിന്റെ മാതൃകകളൊന്നും നമ്മുടെ മുമ്പിലില്ല. ആരാണ് ഈ സർവേയുടെ പിന്നിൽ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൊണ്ടിരുന്ന ആർക്കാണ് പെട്ടെന്നൊരു സർവേ എന്നൊരു വിളി തോന്നിയത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ പ്രകോപനം അറിഞ്ഞുകൂടാ. ഇപ്പോൾ പെട്ടെന്ന് എന്താണ് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു സർവേ എന്നുമായിക്കൊള്ളട്ടെ, മൊത്തത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സർവേ ഫലമാണ് ഉണ്ടായത്. കേരളത്തിലെമ്പാടും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അരയടിക്കുന്നു എന്നായിരുന്നു ഈ സർവേയുടെ പ്രധാന കണ്ടെത്തൽ. 47.9% ആളുകളും ഈ സർവേയിൽ പങ്കെടുത്തവരില്ല. ഇത്രയും ശതമാനം പേര് പിണറായി സർക്കാരിനെതിരാണ്, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ്. 18 മുതൽ 24 വരെ വയസ്സ് പ്രായമുള്ളവരില് 37% പേരും 55 വയസ്സിന് മുകളിലുള്ളവരിൽ 45% പേരും പിണറായി ഭരണത്തിൽ കടുത്ത അസന്തുഷ്ടി ഉള്ളവരാണ്. മൊത്തം പുരുഷന്മാരിൽ 39% പേർക്ക് ഈ ഭരണം ഒട്ടും തൃപ്തികരമല്ല. പക്ഷെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകള് പിണറായി സർക്കാരിനെ ഏറ്റവും അധികം വെറുക്കുന്നു അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. 43% സ്ത്രീകള് ഇപ്പോഴത്തെ ഭരണത്തെ എതിർക്കുന്നവരാ, അല്ലെങ്കിൽ ഭരണം ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 38.9% ആളുകൾ UDF-നെ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ വികസന അജണ്ട, അവർക്കതിൽ പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ 17.5% ജനപിന്തുണയേ ഉള്ളൂ. അദ്ദേഹത്തെക്കാൾ വളരെ മുമ്പിലാണ് KK ശൈലജ, 24.2%. ശൈലജ ടീച്ചറുടെ ഈ മേൽക്കോയ്മ അല്ലെ ഈ പ്രമാണിത്വം നമ്മുടെ പിണറായി വിജയൻ അംഗീകരിച്ചു കൊടുക്കുന്ന ആരെങ്കിലും തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, സർവേയിൽ അഭിപ്രായം പറഞ്ഞ 62% ആളുകൾ അവരുടെ ഇപ്പോഴത്തെ MLA മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാ. ഇപ്പോൾ 98 MLA-മാരാണ് ഇടതുമുന്നണിയിലുള്ളത്. അപ്പോ LDF-ന് ബഹുഭൂരിപക്ഷം MLA-മാരും മാറി വേറെ ആളുകൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സർവേയിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷമുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 28.3% ആളുകൾ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ 30% പുരുഷന്മാരും 27% സ്ത്രീകളും വരും. പണ്ടൊക്കെ ശശി തരൂരിന്റെ ഏറ്റവും ശക്തമായ കോൺസ്റ്റിറ്റ്യുവൻസി സ്ത്രീകളായിരുന്നു. അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. 55 വയസ്സിന് മുകളിലുള്ളവരിൽ 34.2% ആളുകളാണ് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുകൂലിക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരുടെ കാര്യം വരുമ്പോൾ ശശി തരൂരിനുള്ള പിന്തുണ കുറയുകയാണ്. 18 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരിൽ 20.3% പേർ മാത്രമാണ് ശശി തരൂരിനെ മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കണക്ക് അല്ലെങ്കിൽ സർവേ ഫലം കണ്ടപാടെ നമ്മുടെ ശശി തരൂർ ഇത് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലേക്ക് അങ്ങ് ചാമ്പി. പ്രതിപക്ഷ നേതാവ് VD സതീശനെ 15.4% ആളുകൾ പിന്താങ്ങുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം കണക്കിലെടുത്തില്ല. അത് മാത്രമല്ല, UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ 27% പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ താല്പര്യപ്പെടുന്ന ആളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ സർവേ നടത്തിയ ഏജൻസിയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം, പ്രവർത്തന പാരമ്പര്യം, അതും അദ്ദേഹം പരിശോധിച്ചിട്ടില്ല. അദ്ദേഹം നോക്കിയെന്താ, BJP-ക്കും മോദിക്കും NDA-ക്കും എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി. അതേപോലെ തന്നെ അതേ വ്യക്തിയെ തന്നെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നു. ഇതിൽ ഒരു പുകഴ്ച ആർക്ക് കിട്ടാനാണ്? സർവേ ഫലമോ കൊള്ളാം. 28.3% ആളുകൾ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്താങ്ങുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണമല്ലോ. ശശി തരൂർ ഇപ്പൊ എവിടെയാ? അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണോ, അതോ വിദേശ രാജ്യങ്ങളിൽ മോദിക്ക് വേണ്ടി ദൂത് പറയാൻ പോകുന്ന ദൗത്യ സംഘത്തിലാണോ? അതാദ്യം തീരുമാനിക്കട്ടെ, എന്നിട്ടാവട്ടെ നമ്മൾ ഈ സർവേ ഫലം പരിശോധിക്കുന്നത്. ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്ന് വിചാരിക്കുക, അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമോ അതോ മോഡിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമോ? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിന്റെ പാർട്ടിയെ, കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗമാക്കാമെന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് കുറെ ചർച്ചകളൊക്കെ നടന്നതാ, നമ്മൾ അതേപ്പറ്റി കുറെ കേട്ടതാ. അതുപോലെ ശശി തരൂർ മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ BJP-യുടെ ഒരു അസോസിയേറ്റ് മുഖ്യമന്ത്രിയോ മറ്റോ ആയി നിയമിക്കുമോ?
അല്ലെങ്കിൽ നിയോഗിക്കുമോ? മറ്റൊരു ഘടാഘടിയും സംശയമുള്ളതേ, നമ്മുടെ ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ തന്നെ UDFന്റെ മുഖ്യമന്ത്രിയാകാൻ അതിന് നമ്മുടെ പ്രധാനമന്ത്രി മോദി സമ്മതിക്കുമോ? മോദി സ്വന്തമാക്കി വെച്ചിരിക്കുകയല്ലേ, അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് നിയോഗിച്ചിരിക്കുകയല്ലേ. അപ്പൊ അദ്ദേഹം സമ്മതിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെ വിമർശിച്ചുകൊണ്ട് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയതൊക്കെ മോദി അങ്ങ് മറന്നു. അദ്ദേഹം അതിപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോ തരൂരിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി ദ പ്രൈം അസറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അങ്ങനെ BJPയിൽ പോലും തന്നെ ആരും വാഴ്ത്തി പറഞ്ഞിട്ടില്ല, പുകഴ്ത്തി കേട്ടിട്ടില്ല. അത്തരത്തിലുള്ള ശശി തരൂരിനെ മോദി എങ്ങനെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതും ഒരു യഥാർത്ഥ പ്രശ്നമാണ്. ഈ സർവേ ഫലം വന്നപ്പോൾ കുടുങ്ങിപ്പോയത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കാരണം ഈ ശശി തരൂർ മുഖ്യമന്ത്രിയാകണം എന്ന് ഭൂരിപക്ഷം പേർ ആഗ്രഹിക്കുന്നു എന്ന് ഒഴിച്ചാൽ UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ട് അല്ലെ സർവേ ഫലമാണ്. ഇങ്ങനൊരു കൊസ്രാക്കൊള്ളി കിടക്കുന്നത് കൊണ്ട് ഇത് ആഘോഷിക്കാനും UDFന് കഴിയുന്നില്ല. ഈ സർവേ ഫലം ശശി തരൂർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയാകാനുള്ള, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്നത് വെച്ച് പറയുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, UN സെക്രട്ടറി ജനറൽ ആവുക. അന്ന് സോണിയാഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഏക ആഗ്രഹം UN സെക്രട്ടറി ജനറൽ ആകുക വഴി ലോകത്ത് സമാധാനം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു, ശാശ്വത സമാധാനം. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിനെ പോലെ അല്ല അന്നത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ പോലെ അല്ല. അന്ന് സെക്രട്ടറി ജനറലിൽ ഒരു വിലയൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്താണ് അദ്ദേഹം ആ പദവി ആഗ്രഹിച്ചത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ വന്നു, MP ആയി, AICC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചു. പക്ഷെ അതും നടന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്കാണ് തിരിക്കുന്നത്. കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കേന്ദ്രത്തിലൊന്നും കിട്ടാനില്ല. അത് മനസ്സിലായപ്പോൾ കേരളം ലക്ഷ്യമിട്ടു. അദ്ദേഹം വടക്ക് മുതൽ തെക്കോട്ട് ചില യാത്രകളൊക്കെ നടത്തി. പാണക്കാട് തറവാട്ടിലും പെരുന്നയിലെ NSS ആസ്ഥാനത്തും തീർത്ഥാടനം നടത്തി. അന്ന് കോഴിക്കോട്ടെ MP MK രാഘവൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെയും കാണുന്നില്ല. അന്ന് ഈ കേരളം കേന്ദ്രമാക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോദിയുടെ ദൗത്യ സംഘത്തിൽ ചേർന്നത്. അങ്ങനെ അമേരിക്കയിൽ പോയി, 5-6 രാജ്യങ്ങളിൽ വേറെയും പോയി. ഇവർ പോയിട്ട് എന്താ നേടിയത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. നമുക്ക് അമേരിക്കയായിരുന്നു ലക്ഷ്യം. ട്രംപിനെ ഒന്ന് സ്ഥിരപ്പെടുത്താനാണ് മോദി ശശി തരൂരിനെ അങ്ങോട്ട് വിട്ടത്. കാരണം ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് പുള്ളിക്കാരനാണെന്ന്. ഈ വാണിജ്യ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭീഷണികൾ മുഴക്കിയപ്പോഴാണ് 2 രാജ്യങ്ങളും വെടിനിർത്താൻ തയ്യാറായത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പൊ 19 തവണ പറഞ്ഞു കഴിഞ്ഞു. ബ്രസീലിൽ ചെന്നപ്പം നമ്മുടെ പ്രധാനമന്ത്രി ടെലിഫോൺ വിളിച്ച് ട്രംപിനോട് പറഞ്ഞതാ, ട്രംപ് സാറേ അത് ശരിയല്ല, അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞതാ. അപ്പൊ ഈ നാണക്കേടുന്ന് മാറ്റി കിട്ടാനാണ് നമ്മുടെ ശശി തരൂരിനെ മോദി അമേരിക്കയിലേക്ക് അയച്ചത്. പക്ഷെ അത് നടന്നില്ല. അവിടെ വൈസ് പ്രസിഡന്റ് JD വാൻസി ഒന്ന് കണ്ടതൊഴിച്ചാൽ ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനാണ് ഞാനാണ് ഞാനാണ്. ഇപ്പോഴും നമ്മുടെ ശശി തരൂർ 2 വള്ളത്തിൽ ചാഞ്ചാടി കളിക്കുക. പറഞ്ഞല്ലോ, ഒരിടത്ത് കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും ലേഖനത്തിലൂടെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അപഹസിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് പറഞ്ഞല്ലോ, അതിന് വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സർവേ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് നാട്ടുകാരോട് പറയുന്നു. BJPയിൽ നിന്ന് അല്ലെങ്കിൽ മോദിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേരളം മതി. ഇന്ദുലേഖയില്ലെങ്കിൽ തോഴിയായാലും